ഇത്രയും കാലം നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ ഡേറ്റിനോട് പോലും ഒന്നും പറയാതിരുന്നത്. ഇനി ഞാൻ എല്ലാം വിളിച്ചു പറയും. നിങ്ങളൊരു വൃത്തികെട്ട പിമ്പാണെന്ന്. സ്വന്തം ഭാര്യ പോലും. എന്റെ അപ്പച്ചി എല്ലാം അറിയട്ടെ. എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലേക്കിൻ ഹമാരി ചിന്നുക്ക നാം അവളുടെ ചെല്ല പേരാണെന്ന് എന്താ എന്നോട് പറയാതിരുന്നത്? ഭർത്താവ് ചെറുപ്പത്തിൽ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞാൽ ഭാര്യയ്ക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും സ്നേഹിക്കണു എന്നറിയുമ്പോൾ എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണ്ടേ? നമുക്കൊരു വീടുണ്ട്, ജോലിയുണ്ട്, മക്കൾക്ക് സ്കൂളുണ്ട്, പോകണ്ടേ? അമ്മ വിളിച്ചു വരുത്തിയതാ. എന്തോ കുഴപ്പമുണ്ട്. എല്ലാരും കൂടി ഭയങ്കര സംസാരമായിരുന്നു. അവസാനം അമ്മ കരഞ്ഞു. അങ്ങനെ എന്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ഒരു ജോലി പോലും നിങ്ങൾക്കില്ലാത്തപ്പോഴാ എല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി പോന്നത്. എന്നിട്ട് എന്റെ ജോലി രാജിവെക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് എന്നെ ഭരിക്കണമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ മീനി നടിക്കണമായിരുന്നു. അഹങ്കാരം എനിക്കല്ല, രാജിവെട്ടണം. തന്നെ മായാവർമ്മയ്ക്ക് അച്ഛൻ വാക്ക് കൊടുത്തതാ 3 മാസത്തെ വിദേശ പര്യടനത്തിന് പോകാമെന്ന്. സാധാരണ ആർക്കും കിട്ടുന്ന അവസരമല്ല അത്. പക്ഷെ എനിക്കറിയാം നിങ്ങൾക്കത് ഇഷ്ടമാവില്ലെന്ന്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അത് ശരി, ഫ്രണ്ട് പോലും അല്ലാത്ത ഒരാളോടാ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ വിളമ്പിയത് അല്ലേ? അമ്മ പറഞ്ഞതുപോലെ ഇനി അവിടെ വന്ന് കോമാളി വേഷം കിട്ടാൻ ഈ ഗീതയെ നോക്കണ്ട. അങ്ങോട്ട് വരണോന്ന് ഞാൻ ഒന്നുകൂടി ആലോചിക്കും. എന്റെ മോനെ ഞാൻ ഇവിടെ കണ്ടിട്ടാ പോയത്. അവൻ എവിടെ പോയി? അവനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്കവിടെ ആരുമില്ല. ഭർത്താവ് വേറെ കല്യാണം കഴിച്ച്. ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടാണ്. എനിക്ക് എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അവരിവിടെയാണ്. പഠിച്ചോനോർത്ത് ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. ഒരു നിവൃത്തിയില്ല. ശരിയാണ് ആദി. പക്ഷെ ഡയറക്ടർ സിദ്ധാർത്ഥൻ ഇത്രയും മോറൽ അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു മനുഷ്യൻ എന്റെ ധാരണകളിലില്ല. ഈ ദേവേട്ടന്റെ ഒരു കാര്യം സാവകാശം നോക്കി ഇരുന്നാലേ ചിലപ്പോ ദേവേട്ടന്റെ സുന്ദരിയെ വേറെ ആണുങ്ങൾ കെട്ടിക്കൊണ്ട് പോകും. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ദേവേട്ടന് കണ്ട് ഇഷ്ടായിച്ച ആ കുട്ടിയോട് തുറന്നു പറഞ്ഞ് അവളുടെ അഭിപ്രായം ചോദിച്ചൂടെ? രക്തത്തിൽ നിന്നും ജന്മം തന്നു. ആ രക്തം നീ എനിക്ക് തിരിച്ചു തരുന്നു. ഈ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ നരസിംഹ റെഡ്ഡിമാരുണ്ടാകും. സ്വാതന്ത്ര്യം എന്ന നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. നരസിംഹ റെഡ്ഡി. ഇവിടെയുണ്ട്. എന്താ മഹിയേട്ട? ഡാഡി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്ന് ഡിസംബർ 6 നമ്മുടെ വിവാഹ വാർഷികമാണ്. ഒരുമിച്ച് ഉണ്ണാം. ഞാൻ കാത്തിരിക്കും. മോളെ, സായിബ് ഇങ്ങോട്ട് കേറിക്കോട്ടെ. കുട്ടിക്ക് സായിബിനെ കണ്ട ഒരു ബോധമില്ല. ദാമോദരമേനോനൊരു പെണ്ണന്വേഷിക്കണമെന്ന് കേൾക്കണുണ്ടല്ലോ. നമ്മൾ അന്വേഷിക്കുമ്പോഴേ ദേഷ്യം വരാറുള്ളൂ. ആരന്വേഷിച്ചാലും വേണ്ടില്ല, ഒരാൾ വന്നാ മതി. ഐ നോ. പക്ഷെ ചില സർക്കംസ്റ്റൻസസിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. മനയുടെ നടയിൽ സുധീറിനെ കണ്ട അതേ സാഹചര്യങ്ങളിലാവാം സാറും അയാളുടെ മുന്നിൽ അപ്പിയർ ചെയ്തത്. രൂപം കൊണ്ടോ ഇട്ടിരുന്ന ഉടുപ്പിന്റെ ഒരേപോലുള്ള നിറം കൊണ്ടോ ഈവൻ ഒരു കണ്ണോട്ടമോ ഒരു ജസ്റ്ററോ പോലും അയാളെ കൊണ്ട് ഇങ്ങനെ തോന്നിച്ചതാണെങ്കിലോ? കുമാരനോ കാമുകനോ? ആ കോന്തനെ ഞാനൊരു പൂവാലിനായിട്ട് പോലും കരുതിയിട്ടില്ല. അങ്ങനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒറ്റൊരുത്തിനെയും ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പൊ നിന്റെ എഞ്ചിനീയറോ? ഇഷ്ടപ്പെട്ടല്ലേ പറ്റൂ.